നിങ്ങളുടെ കണ്ണുനീരിന്റെ വില അറിയാത്തവർക്ക് വേണ്ടി ഒരിക്കൽ പോലും നിങ്ങൾ കരഞ്ഞു പോകരുത്. നിങ്ങൾ എത്രമാത്രം ദരിദ്രനായിക്കൊള്ളട്ടെ, നിങ്ങളെ മനസ്സിലാക്കാനും സ്നേഹിക്കുവാനും കഴിയുന്ന ഒരു കുടുംബമുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം ഉണ്ട്. സഞ്ചരിക്കുന്ന പാത മോശമാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും യാത്ര അവസാനിപ്പിക്കാത്തിടത്തോളം ലക്ഷ്യസ്ഥാനം സാധ്യമാണ്. നിങ്ങൾ എത്ര വിദ്യാസമ്പന്നനോ കഴിവുള്ളവനോ ധനികനോ സമ്പന്നനോ കുലീനനോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ് ആത്യന്തികമായി നിങ്ങളെന്ന വ്യക്തി. മനസ്സറിഞ്ഞ് സ്നേഹിച്ചവരെ മരിക്കുവോളം മറക്കാൻ സാധിക്കില്ല. കാരണം മനസ്സിന്റെ ഉള്ളിൽ അവർ എന്നും പ്രിയപ്പെട്ടവരായിരിക്കും. ആരും ആരുടെയും ദുഃഖങ്ങൾക്ക് കാരണമല്ല. നല്ല മനക്കരുത്തുള്ളവർ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കും. ചില വേദനകൾ തീക്കനലുകൾ പോലെയാണ്. കത്തുകയോ അണയുകയോ ഇല്ല, നീറി പുകഞ്ഞുകൊണ്ടേയിരിക്കും. കാലചക്രത്തിന്റെ കറക്കത്തിൽ ഇന്നത്തെ പരാജയം നാളെ വിജയവും ഇന്നത്തെ വിജയം നാളെ പരാജയവുമായി മാറാം. കൂടുതൽ ആൾക്കാരും തങ്ങൾ സന്തോഷവാന്മാരാണ് എന്നതിനേക്കാൾ തങ്ങൾ ദയനീയരാണ് എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. തെറ്റ് സംഭവിക്കാത്തവരായി ഈ ലോകത്ത് ആരും തന്നെയില്ല. അതിനാൽ തെറ്റ് സംഭവിച്ചതിന്റെ പേരിൽ ബന്ധങ്ങൾ ഒഴിവാക്കാതിരിക്കുക. ബഹുമതികൾ സ്വന്തമാക്കുന്നതിലല്ല, ബഹുമാനം നേടുന്നതിലാണ് ഒരു മനുഷ്യന്റെ അന്തസ്സ് കുടികൊള്ളുന്നത്. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മോശമായ കണ്ടെത്തലാണ് പണം. എന്നാൽ മനുഷ്യ സ്വഭാവം പരീക്ഷിക്കുന്നതിനുള്ള ഏറ്റവും വിശ്വസനീയമായ വസ്തുവും ഇത് തന്നെ. എരിഞ്ഞടങ്ങാനോ നിരാശയിൽ തലകുനിച്ചിരിക്കാനോ ഉള്ളതല്ല ജീവിതം, മറിച്ച് പ്രതീക്ഷയോടെ മുന്നേറുവാനുള്ളതാണ്. നമ്മൾ ഒരു ബന്ധത്തെ വില കുറച്ച് കാണുകയോ അല്ലെങ്കിൽ അമിത പ്രാധാന്യം നൽകുകയോ ചെയ്യുമ്പോഴാണ് ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ വിള്ളൽ വീഴുന്നത്. ഇന്നേ വരെ നേടിയിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു നേട്ടം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇന്നേ വരെ പ്രവർത്തിച്ചിട്ടില്ലാത്ത അത്ര കഠിനമായി പ്രവർത്തിക്കുക. ജീവിത വിജയം ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ചിലർക്കത് പണമായിരിക്കും, ചിലർക്കും സ്നേഹമുള്ള കുടുംബമായിരിക്കാം, ചിലർക്ക് നല്ല ജോലിയായിരിക്കാം. മറ്റുള്ളവരുടെ വിജയത്തിന്റെ അളവുകോൽ കൊണ്ട് സ്വന്തം വിജയം അളക്കാതിരിക്കുക. ഏറ്റവും കൂടുതൽ നിറങ്ങളുള്ളത് മഴവില്ലിനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റി. ഏറ്റവും കൂടുതൽ നിറങ്ങളുള്ളത് മനുഷ്യന്റെ മനസ്സുകൾക്കാണ്. സാഹചര്യങ്ങൾക്കും ആളുകൾക്കും അനുസരിച്ച് അതിന്റെ നിറം മാറിക്കൊണ്ടേയിരിക്കും. ബന്ധങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കരുത്, എന്നാൽ ധർമ്മത്തെക്കാൾ ഉപരി ബന്ധത്തിന് സ്ഥാനം നൽകരുത്. സൂര്യൻ ഏകനായാണ് ആകാശത്ത് ജ്വലിക്കുന്നത്, എന്നാൽ അത് ഒരു കൂട്ടം നക്ഷത്രങ്ങളെക്കാളും തിളക്കമുള്ളതാണ്. ഈ ലോകത്തിൽ ചുറ്റുമുള്ളവരെ ഒരുപാട് ആശ്രയിക്കരുത്. കൂരിരുട്ടിൽ നിങ്ങളുടെ നിഴൽ പോലും നിങ്ങളെ ഉപേക്ഷിക്കുന്നു. ആളുകളുടെ വികാരം കൊണ്ട് നിങ്ങൾ ഒരിക്കലും കളിക്കരുത്. അത് കളിയാണെന്നറിഞ്ഞാൽ പിന്നെ അവരെ നിങ്ങൾക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല. മനസ്സിന് എന്തിനേയും താങ്ങാൻ കരുത്തുണ്ടെങ്കിൽ ശരീരം താനെ ലക്ഷ്യത്തിലേക്ക് കുതിക്കും. എന്നാൽ മനസ്സിന് കരുത്തില്ലെങ്കിൽ ശരീരം എത്ര ബലവത്തായിട്ടും കാര്യമില്ല. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതാണ് നിങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ ചങ്ങല. അത് പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നെ നിങ്ങളെ തടയാൻ ഒരു ശക്തിക്കുമാവില്ല. നിന്നിൽ വിശ്വസിക്കുക. നിങ്ങൾ ചിന്തിക്കുന്നതിലും അധികം ധീരരാണ്. നിങ്ങൾ ചിന്തിക്കുന്നതിലും കൂടുതൽ കഴിവുള്ളവരാണ്. സ്നേഹത്തിന്റെ പാഠങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിലാക്കുക. കാരണം അവരുടെ സ്നേഹം നിഷ്കളങ്കമാണ്. ജീവിതത്തിൽ കാര്യങ്ങൾ നന്നായി നടക്കുന്നുണ്ടെങ്കിൽ ആസ്വദിക്കുക. കാരണം അത് എക്കാലവും നിലനിൽക്കില്ല. പിന്നെ കാര്യങ്ങൾ മോശമായാൽ വിഷമിക്കേണ്ട, അതും എക്കാലവും നിലനിൽക്കില്ല. വിശദീകരണങ്ങൾ നൽകാൻ അധികം ശ്രമിക്കാതിരിക്കുന്നതാണ് ചില സമയത്ത് നല്ലത്. കാരണം ചില ആളുകൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. മാറ്റത്തെ ഭയന്ന് പിന്മാറരുത്. ഒരു പക്ഷെ തുടക്കത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാലും നിങ്ങൾ മാറാൻ തയ്യാറായാൽ അതിലും മികച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. മാറ്റം അനിവാര്യം തന്നെയാണ്. നിങ്ങൾക്ക് തടസ്സങ്ങളും പ്രതിരോധവും നേരിടേണ്ടി വരും. പക്ഷേ ആത്യന്തികമായി അവ നിങ്ങളെ ഏറ്റവും മികച്ചതും അതുല്യവുമാക്കുന്നു.
പ്രതീക്ഷകൾക്കും അഭിപ്രായങ്ങൾക്കും പകരം നിങ്ങളുടെ ലക്ഷ്യത്തിന് അനുസൃതമായി നിങ്ങളുടെ സ്വപ്ന ജീവിതം നയിക്കാൻ ധൈര്യമുള്ളവരായിരിക്കുക. എത്ര വിജയങ്ങൾ നേടിയാലും എന്തെല്ലാം സമ്പാദിച്ചാലും ശൂന്യമായ കൈകളോടുകൂടെയാണ് ഇവിടം വിടേണ്ടതെന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. ദേഷ്യം വരുമ്പോൾ ശബ്ദമുയർത്തി സംസാരിക്കാൻ മനഃശക്തിയുടെ ആവശ്യമില്ല. എന്നാൽ ദേഷ്യം വരുമ്പോൾ ഒന്ന് മിണ്ടാതിരിക്കാൻ നല്ല മനഃശക്തി വേണം. കിട്ടാത്തതിന്റെ പിന്നാലെ പോയാൽ അത് അകന്നു പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് അനിവാര്യമായത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. തർക്കങ്ങളെക്കാൾ നല്ലത് ഒഴിഞ്ഞു മാറലുകളാണ്. നിങ്ങളുടെ പിൻവാങ്ങൽ അവരുടെ വിജയമായി മറ്റുള്ളവർ കരുതട്ടെ. പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നതു തന്നെയാണ് അന്വേഷണാത്മക കണ്ടെത്തലുകളിലും ബുദ്ധിപരമായ നിഗമനങ്ങളിലും എത്തിച്ചേരുവാനുള്ള ഏക വഴി. ആരോടും അമിതമായ സ്നേഹമോ കരുതലോ വാത്സല്യമോ കാണിക്കരുത്. കാരണം സൗജന്യമായി ലഭിക്കുന്നതെന്തും വില കുറച്ച് കാണുന്നത് മനുഷ്യന്റെ പ്രവണതയാണ്. ഏറ്റവും നല്ല ശീലങ്ങളിൽ ഒന്നാണ് ക്ഷമ. ജീവിതത്തിൽ ക്ഷമിക്കുന്നവരെ കണ്ടാൽ അവർ ഭീരുക്കളാണ് എന്ന് കരുതരുത്. ക്ഷമിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങളെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല. തുറന്ന പുസ്തകം പോലെ ആരുടെയും മുന്നിൽ പെരുമാറരുത്. അവർ പ്രതീക്ഷിച്ച ഉള്ളടക്കമല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞ പുസ്തകം പോലെ നിങ്ങളെ മാറ്റി നിർത്തും. ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവരെ ആശ്രയിച്ച് നിങ്ങളുടെ ഭാവി കണക്ക് കൂട്ടരുത്. ചിലർ വഴിതിരിഞ്ഞു നടക്കും, മറ്റു ചിലർ ജീവിതം പഠിപ്പിക്കും. ചുരുക്കം ചിലർ മാത്രമേ ഒടുക്കം വരെ കൂടെ ഉണ്ടാകൂ. സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം, അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണം എന്ന് നിർബന്ധമില്ല. ഓർക്കുക, എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല. ഒരാളുടെ വിജയത്തിന് മധുരം നിശ്ചയിക്കുന്നത് അയാളുടെ പരാജയങ്ങളാണ്. ഏതൊരു മനുഷ്യന്റെയും വിജയത്തിന് പുറകിൽ ഒരു വീഴ്ചയുടെ മുറിവുണ്ടാകും. ജീവിതത്തിൽ തോൽവി അനുഭവപ്പെടുമ്പോഴാണ് മനുഷ്യർ അവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത്. ചില തോൽവികൾ വലിയൊരു പാഠമാണ്. തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുക എന്ന പാഠം തോൽവി സമ്മതിച്ച് പിന്മാറരുത്. വിനാശത്തെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ആയുധമാണ് വിവേകം. ശത്രുക്കൾക്ക് നശിപ്പിക്കാനാവാത്ത കോട്ടയാണത്. എപ്പോഴും കൂടെയുള്ളവരെ കാണാനുള്ള കണ്ണ് ദൈവം നമുക്ക് തന്നിട്ടില്ല. അകന്ന് ദൂരെ എത്തുമ്പോഴാണ് നമ്മൾ അവരെ കാണുന്നത്. നമുക്ക് അവർ എത്ര വലുതായിരുന്നു, എത്രമാത്രം ആശ്വാസമായിരുന്നു എന്നൊക്കെ അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ജീവിതത്തെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. കണ്ണ് ചിമ്മി തുറക്കുന്ന നേരം കൊണ്ട് ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായേക്കാം. എല്ലാവരോടും ക്ഷമിക്കുകയും മനസ്സ് തുറന്ന് സ്നേഹിക്കാനും തയ്യാറാവുക. നമുക്ക് ആ അവസരം ജീവിതത്തിൽ വീണ്ടും ലഭിച്ചേക്കില്ല. ജ്ഞാനികളോടൊപ്പം നടന്നവർ ജ്ഞാനിയാകും, എന്നാൽ വിഡ്ഢികളുടെ കൂട്ടാളി ദോഷം വിളിച്ചു വരുത്തും. വിജയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തോൽക്കാനും പഠിക്കണം. ഓരോ തോൽവിയും ഓരോ പാഠങ്ങളാണ്. ഈ പരാജയം ജീവിതത്തിന്റെ അവസാനമല്ല എന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയം ആരംഭിക്കുകയായി. പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നില്ല. എന്തെങ്കിലും നല്ലത് ചെയ്യുക, നന്മയിൽ ജീവിക്കുക. അപ്പോൾ ജീവിതം മനോഹരമാകും. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കാതെ കടന്നു പോകാൻ ശ്രമിക്കുക. അവർക്ക് നിങ്ങളോട് തിരിച്ച് സ്നേഹമുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്താൻ ഇത് സഹായിക്കും. വീഴ്ചകൾ സ്വാഭാവികമാണ്, പക്ഷെ ആ വീഴ്ചയിൽ പതറാതെ വീണ്ടും ഓടാൻ മനസ്സുള്ളവർക്ക് വിജയമുണ്ടാകൂ. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.